പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് രണ്ട് ദിവസമായിട്ട് മുജാഹിദുകളുമായി സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച എന്താണെന്നറിയോ? പ്രാർത്ഥന എത്ര വിധമുണ്ട് എന്നൊക്കെയായിരുന്നു. നമുക്ക് മുജാഹിദുകളുടെ തന്നെ ഏറ്റവും ആധികാരികമായി അവർ കാണുന്ന ഒരു മൗലവിയാണ് KM മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ അദ്ദുആഉ വൽ ഇബാദ, ഈ പുസ്തകം വായിച്ചിട്ട് തന്നെ അവർക്ക് നമുക്ക് മറുപടി കൊടുക്കാം. കാരണം ഇത് വായിച്ചിട്ടെങ്കിലും അവർ കുറച്ച് നന്നാവട്ടെ എന്നുള്ളത് കൊണ്ടാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കാണുന്നതൊക്കെ ഷിർക്കാക്കിയിട്ട് ഷിർക്കല്ലാത്തതൊന്നും അവരിൽ ഇല്ല എന്നാണ് മുജാഹിദുകളുടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ഞാൻ മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, എങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ഷിർക്കല്ലാത്തത് എന്താണെന്ന് വേർതിരിച്ച് അറിയുന്ന മാനദണ്ഡം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവോ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷിർക്കല്ലാത്തതൊന്നുമില്ല. ഷിർക്കല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ? ഒരു കാലത്ത് സുന്നികളെ ഷിർക്കും കുഫറും ആരോപിക്കാനൊക്കെ വേണ്ടിയിട്ട് സംവാദം വരെ നടത്തിയിരുന്ന ഒരു മുജാഹിദ് മൗലവിയാണ് ഇപ്പോൾ പറയുന്നത്. എത്രത്തോളം മനസ്സിൽ വേദന ഉണ്ടാകും ഇയാളിത് പറയുമ്പോഴേ. മുജാഹിദുകളുടെ അവസ്ഥയാണ്. കണ്ണി കണ്ടതൊക്കെ ഷിർക്കും കുഫറും ആക്കുക, സുന്നികളായ നമ്മളെ ഷിർക്ക് ആരോപിക്കുക. എന്തിനേറെ നമ്മളെ ഷിർക്ക് ആരോപിച്ച് അവർക്ക് മതിയാവാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഷിർക്ക് ആരോപിക്കുക. ഒരു മുജാഹിദ് വിഭാഗം മറ്റൊരു മുജാഹിദ് വിഭാഗത്തെ ഷിർക്കും കുഫറും ആരോപിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. സുന്നി സമൂഹത്തെ ഒരു മാനദണ്ഡവുമില്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഷിർക്കും കുഫറും ആരോപിച്ച് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊരു അദാബായിട്ടാണ് നമ്മളൊക്കെ ഇതിന് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹിയുസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ സമുന്നതനായ മഹാപണ്ഡിതന്റെ ഫത്താവ മുഹിയുസുന്ന എന്ന് പറയുന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച, അതിലെ ഷിർക്കിന് ആഹ്വാനം നൽകുന്നുണ്ട്, ഷിർക്കിന് അനുവാദം നൽകുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ വലിയ മുജാഹിദ് മൗലവിമാർ ഒരു ലജ്ജയില്ലാതെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ കുഫറും ഷിർക്കും ആരോപിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, അവിടെ മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിൻ്റെ താല്പര്യം ഇസ്തിഗാഥ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിനോട് തേടുന്ന അതേ സെൻസിലുള്ള തേട്ടത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് മുജാഹിദിലെ വലിയ മൗലവിമാരെന്താക്കാണ് ആക്കി മാറ്റാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഷിർക്ക് ആരോപിച്ചിട്ടെങ്കിലും അവർക്കൊന്ന് പിടിച്ചു നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് തന്നെ അവിടുത്തെ ഫത്താവ മുഹിയുസുന്നയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. കുവൈത്തിൽ നിന്ന് മുജാഹിദുകൾ ചോദിച്ച ചില ചോദ്യങ്ങളിൽ പെട്ടതാണ് ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന. മുജാഹിദുകൾ പ്രാർത്ഥന എന്ന് ഇസ്തിഗാസയെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ രീതിക്ക് അവർ പറയുന്ന അവരുടെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇസ്തിഗാസയാണല്ലോ, ആ ഇസ്തിഗാസ പറ്റും എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഉസ്താദ് എന്നും ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് കാണണ്ട. എങ്ങനെയെങ്കിലും പ്രാർത്ഥന എന്നൊരു വാക്ക് കണ്ടിട്ടാണെങ്കിലും വേണ്ടില്ല മുസ്ലിമീങ്ങളെ കാഫിറാക്കണം. ഇങ്ങനെ ഷിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്ന മുജാഹിദുകളോട് എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത്, വലിയ വലിയ മുജാഹിദുകളോടൊന്നുമില്ല, നിങ്ങളെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. മുജാഹിദുകളുടെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമായ KM മൗലവി എന്ന് പറയുന്ന നിങ്ങളുടെ വലിയ നേതാവായ ഒരാൾ എഴുതിയ, ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയതെന്നാണ് അറിയാൻ സാധിച്ചത്, അദ്ദുആഉ വൽ ഇബാദ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നത് ഏതൊരർത്ഥത്തിനാണ്? അള്ളാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഉദ്ദേശം എന്താണ്? ദിവ്യത്വമുണ്ട് എന്നും അള്ളാഹു ഇലാഹാണ് എന്നും ആരാധനക്കർഹനാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുന്നത്. ഇതേ സെൻസിൽ റിഫായി ഷേഖിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഷിർക്കിലും കുഫറിലുമാണ്, അവൻ ഷിർക്കും കുഫറും ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നൊരു വാദം ഈ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരന്മാരെ, യാ സുൽത്താൻ അൽ ആരിഫീൻ അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അഅ്സിനി എന്ന് വിളിച്ച് അപേക്ഷിക്കുവാൻ ഇജാസത്ത് കൊടുക്കുന്നവരും ഇவ்விധം ഇജാസത്ത് വാങ്ങുന്നവരും തീർച്ചയായും മുർത്തദുകളും മുശ്രിക്കുകളുമായി പോകുമെന്നാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, നാം പറഞ്ഞ പോലെ ഈ വാചകത്തിന്റെ സാരം ഏറ്റവും അങ്ങേ അറ്റമായ താഴ്മയോടുകൂടി അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവറുകളെ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കലാകുന്നുവെന്നും ഇவ்விധം പ്രാർത്ഥന ഇബാദത്തിന്റെ വകുപ്പുകളിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അഥവാ അഹമ്മദുൽ കബീർ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടെ അള്ളാഹുവിനെ വിളിക്കുന്ന അതേ സെൻസിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കും കുഫറുമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഈ വാചകത്തിന്റെ ലാഹിറായ അർത്ഥത്തെ വിചാരിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവറുകളെ കൊണ്ട് ശറഇൽ ജായിസായ വിധേനയുള്ള തവസ്സുൽ ചെയ്യലും മാത്രമേ വിചാരിച്ചിട്ടുള്ളൂവെങ്കിൽ അപ്പോഴാണ് ഈ പ്രത്യക്ഷമായ അർത്ഥം
കുഫറായിട്ട് തോന്നപ്പെടുന്ന ചീത്തയായ വാചകമാണെങ്കിലും ഇവൻ കാഫിറാകയില്ലെന്നാണ് വെളിപ്പെടുന്നത് എന്ന് ഇമാം ഖുർദി റഹിമഹുല്ല ഫതാവ ചെയ്തിട്ടുണ്ട്. തവസ്സുലിന്റെ ഒക്കെ ഉദ്ദേശത്തോടു കൂടെയാണ്, അതായത് ഇവർ മുഖേന അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഷേഖ് റിഫായി തങ്ങളെ വിളിക്കുന്നതെങ്കിൽ അതെന്തല്ല, ഷിർക്കും കുഫറും ഒന്നുമാകുന്ന ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന വിളിയല്ല എന്നാണ് ഇവരുടെ തന്നെ നേതാവായവരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല എന്നിട്ട് ഫതാവ് ഖുർദിയിലെ വാചകങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവാണ് ഉപകാരം ചെയ്യുന്നത് ഉപദ്രവം ചെയ്യുന്നത് എന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, അഹമ്മദുൽ കബീർ റിഫായി ഷേഖിനെ വിളിക്കുന്നതെങ്കിൽ അതെന്തല്ല, ഈ ഷിർക്ക് കുഫർ എന്ന് പറഞ്ഞതിൽ പെടൂല. മറിച്ച് അള്ളാഹുവിനെ കൂടാതെ ഷേഖ് റിഫായി തങ്ങൾ മാത്രമാണ് ഉപകാരവും ഉപദ്രവവും ഒക്കെ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതാണ് കുഫറും ഷിർക്കുമാകുന്നത്. അല്ലാത്ത പക്ഷം അത് കുഫറും ഷിർക്കുമാവില്ല എന്ന് കൃത്യമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. അതിനാൽ സുആലിൽ പറഞ്ഞതുപോലെ ചൊല്ലുവാൻ ഇജാസത്ത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഷെയ്ഖുമാരെയും മുരീദുമാരെയും വിസ്തരിച്ച് അവരുടെ ഈ വാചകം കൊണ്ട് അവർ വിചാരിച്ചിട്ടുള്ള സാരം എന്താണെന്ന് അവരോട് ചോദിക്കുകയും പ്രത്യക്ഷമായ സാരം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും അങ്ങേ അറ്റമായ താഴ്മയോടുകൂടിയുള്ള ദുആ അഥവാ അള്ളാഹുവിനോട് തേടുന്ന അതേപോലത്തെ ദുആ ആണോ അല്ലേ എന്ന് എന്താക്കണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. തന്നെയാണ് അവർ വിചാരിക്കുന്നത് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്താൽ അത് കുഫറും ശിർക്കുമാണ്. എത്ര കൃത്യമാണ് ഈ വാചകങ്ങളൊക്കെ. അള്ളാഹുവിനോട് തേടുന്ന അതേ സെൻസിൽ തേടിയിട്ടുണ്ട്, അത് കുഫറും ശിർക്കാണ്. അല്ലാത്തതാണെങ്കിൽ അത് ശിർക്കും കുഫറും അല്ല എന്നാണ് ഇവരുടെ തന്നെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാളെ കാണുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥന എന്നുള്ള വാക്ക് കാണുമ്പോഴേക്ക്, അല്ലെങ്കിൽ തേടിയെന്നോ ദുആന്നോ അല്ലെങ്കിൽ ഒരു തേട്ടം കാണുമ്പോഴേക്ക്, യാ ഷേഖ് മുഹീദ്ദീൻ ഒരാൾ വിളിക്കുമ്പോഴേക്ക് അദ്ദേഹത്തെ ഷിർക്കും കുഫറും ആക്കാനൊന്നും പോകരുത്. അതൊന്ന് വിസ്തരിച്ച് മനസ്സിലാക്കി ഉദ്ദേശം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പ്രസ്താവനയിലേക്ക് പോകേണ്ടത്. പക്ഷെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കാണുന്നതൊക്കെ ഷിർക്ക്. അവർക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ ഖുറാഫി കുബൂരി എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തി സുഖം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവർക്ക് മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാഫിറാക്കിയിട്ടും വേണ്ടില്ല, അവർക്കൊന്ന് നിലനിന്ന് കിട്ടണം. എട്ടില് പൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറും ശിർക്കും ആരോപിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് അവർ വീണ്ടും മുസ്ലിമീങ്ങളായ നമ്മയൊക്കെ കാഫിറും മുശ്രിക്കുമാക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ദുർവ്യാഖ്യാനമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വരുന്നെന്നുള്ളത് എത്ര വിരോധാഭാസമാണ് സഹോദരന്മാർ. ഈ വിധത്തിൽ വിസ്തരിച്ചിട്ടല്ലാതെ അവരെയും മറ്റാരെയും ഇങ്ങനെയുള്ള വാചകങ്ങൾ ചൊല്ലുന്ന കാരണം കൊണ്ട് മാത്രം കാഫിറെന്നോ മുശ്രിക്കെന്നോ മുർത്തദ്ദെന്നോ വിധിക്കുവാനും പറയുവാനും പാടില്ല. അത് ശറഇൽ ജായിസല്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് വാചകങ്ങളാൽ പ്രത്യക്ഷമായ അർത്ഥമല്ലാത്തവ സ്വഹീഹായ മുറാദും ഇമാം ഖുർദി റഹിമഹുല്ല പറഞ്ഞതുപോലെയുള്ളവ മുറാദും ഉണ്ടാകുവാൻ ഇഹ്തിമാലുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനോട് തേടുന്ന അതേ സെൻസിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് വിശദീകരണം തേടണം. കാരണം മുസ്ലിമീങ്ങളായി നമ്മളൊക്കെ അള്ളാഹു മാത്രമാണ് ഉപകാരം ഉപദ്രവം ചെയ്യുന്നതെന്ന് മഹാന്മാരോട് തേടിയാലും അള്ളാഹുവിങ്കിൽ നിന്നാണ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ എന്ന് വിശ്വസിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ യാ ഷേഖ് മുഹീദ്ദീൻ എന്നൊക്കെ വിളിക്കുമ്പോഴേക്ക് നിങ്ങൾ കുഫറും ശിർക്കും ആരോപിക്കരുത് എന്നാണ് നിങ്ങളുടെ തന്നെ പൂർവ്വകാല നേതാവായ KM മൗലവി, നിങ്ങളുടെ വലിയ സ്വഹീഹുൽ ബുഖാരിനേക്കാളും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു പുസ്തകമൊക്കെ ആയിരിക്കും ഇത്. നിങ്ങൾ പലതിനും തെളിവുദ്ധരിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പോലും പറയുന്നതെന്ന് സാധാരണക്കാരായിട്ടുള്ള മുജാഹിദുകൾ മനസ്സിലാക്കുക. കൽബിൽ സീല് വെക്കപ്പെടാത്തവർക്ക് ഹിദായത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്നൊക്കെ പറയുന്നത് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.